പകലായിട്ടുള്ളൊരവസ്ഥയാണ് ഈ ഹൈവേയിൽ. ഒരു വണ്ടി പോലും ഇല്ല, ഞാനൊരാൾ മാത്രം. സമയം 3:30. അപ്പൊ രാത്രിക്കത്തെ അവസ്ഥ ഇപ്പം എന്താവും? सीधा जाएगा। कॉन्फ्यूजन नहीं आपके लिए। आगे वहाँ से ना एक रुकाता है। अच्छा, लेफ्ट में डाइवर्शन है। ओके, 2 रोड है वहाँ से। ओके। तो आपको सीधा गए ना आगे। ये पूरा 66 है ना हाईवे? 66 है ना पूरा हाईवे? हाँ 66। ओके, आप क्या करो, सीधा ही जाओ। ओके, मत ले लो, डाइवर्शन मत जाओ। ओके, सीधा ही जाओ। ओके, शुक्रिया। ओके, खलास। അപ്പൊ ചങ്ങായിമാരെ, ഗോവ ബോർഡർ കഴിഞ്ഞ് മഹാരാഷ്ട്ര ബോർഡറിലേക്ക് കടന്നിട്ടാ. പിന്നെ ഗോവയില് കുറച്ചൊന്ന് കറങ്ങി, കാരണം ഇപ്പം എത്ര സമയം 2 മണിയായി. 2 മണിയായപ്പോഴാണ് ഗോവയിൽ നിന്ന് പുറത്തിറങ്ങിയത് ഫുഡ് കഴിക്കാനും. പിന്നെ 2-3 സ്ഥലത്തേക്ക് വഴി തെറ്റി, ഭയങ്കര ട്രാഫിക്കാണ്. പിന്നെ ഫ്ലൈ ഓവറും അതും ഇതെല്ലാം കൂടി ആയപ്പോൾ കൺഫ്യൂഷനായി. പിന്നെ പോലീസുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്ന് അങ്ങനെയാണ് സ്ട്രൈറ്റ് പിടിക്കാൻ പറഞ്ഞു. സ്ട്രൈറ്റ് പിടിക്കുമ്പോഴും ചിലപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഡൈവേർഷനൊക്കെ വരുമ്പോൾ പിന്നെ കൺഫ്യൂഷൻ. ഗൂഗിൾ മാപ്പ് ഉണ്ടായിട്ടും കാര്യമില്ല ചില സമയത്തൊന്നും. അങ്ങനെ ഇനി ഇവിടുന്ന് മഹാരാഷ്ട്ര. ഇന്ന് മുംബൈ ആണ് അടുത്ത നമ്മളെ ലൊക്കേഷൻ. പക്ഷെ മുംബൈക്ക് എന്തായാലും എത്തൂല, അതിന് മുന്നേ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വരും. ഇന്ന് കുറച്ച് നേരത്തെ സ്റ്റേ ചെയ്യാം. ഏതായാലും മുംബൈക്ക് എത്തൂല, പിന്നെ നമ്മൾ വെറുതെ റഷ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. വൈകിട്ടോടെ എവിടെയെങ്കിലും പിന്നെ സ്റ്റേ ചെയ്തിട്ട് നാളെ മുംബൈക്ക് എത്തുന്ന രൂപത്തിൽ വേണം പിന്നെ ട്രിപ്പിൾ പ്ലാൻ ചെയ്യാൻ. റഷ് ആവുകയൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ മാക്സിമം ഇപ്പോൾ 70-80 കൂടുതൽ ഞാൻ പോകുന്നില്ല. അത് 80 അങ്ങനെ നല്ല ഫ്രീ ആയിട്ട് ഹൈവേ കിട്ടുമ്പോൾ മാത്രം. അല്ലാതെ ഇപ്പോൾ കംപ്ലീറ്റ് 60-70 ആ ഒരു റേഞ്ചിലാണ് ഇങ്ങനെ പിടിക്കുന്നത്. അതാണ് ഡ്രൈവ് ചെയ്യാനൊരു, എനിക്കും വണ്ടിക്കും ഒരു സുഖമായിട്ട് തോന്നുന്നത്. അല്ലാതെ ഒരു നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ടെൻഷനില്ല. നമ്മൾ കയ്യിൽ ഒതുങ്ങണ ഒരു സ്പീഡാണ്. അതുകൊണ്ടാണ് ലേറ്റ് ആവണത്. പിന്നെ മാക്സിമം ഒരു ദിവസം 300 കിലോമീറ്ററൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. 500 നമ്മൾ കണക്കാക്കുന്നത്, പക്ഷെ 500 കവർ ചെയ്യാൻ പറ്റില്ല. മാക്സിമം 300 ആ ഒരു റേഞ്ചിലാണ് ഇപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പകലായിട്ടുള്ളൊരവസ്ഥയാണ് ഈ ഹൈവേയിൽ. ഒരു വണ്ടി പോലും ഇല്ല, ഞാനൊരാൾ മാത്രം. സമയം 3:30. അപ്പം രാത്രിക്കത്തെ അവസ്ഥ ഇപ്പം എന്താവും? ആരും ബോംബേക്കൊന്നും പോണില്ലേ, മുംബൈക്കൊന്നും പോണില്ല. എല്ലാവർക്കും ഇപ്പം എൻ്റെ മാർക്കത്തെ ഭ്രാന്ത് ഉണ്ടാവില്ലല്ലേ. അപ്പം മഴ പറയാം. ഒരു കാറ് വന്നു. പക്ഷെ നല്ല അടിപൊളി സ്ഥലത്ത് കൂടിയാണ് ഈ ഹൈവേ പോകുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലം. നമുക്ക് യാത്രക്കൊരു മടുപ്പുണ്ടാക്കുന്നില്ല. കാഴ്ചകൾ കണ്ടിങ്ങനെ പോവാം. ഈ ഒരു സമയമാണ് ഈ എന്താ പറയുക, ഈ ഒരു ടൈം, അതായത് മൺസൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ, ആഗസ്റ്റിലൊക്കെ ചിലപ്പോൾ ഹെവി റെയിൻ ആവും. ഇതിൽ കൂടി യാത്ര ചെയ്യാൻ സുഖം. എത്ര യാത്ര ചെയ്താൽ നമുക്കൊരു ക്ഷീണമില്ല. മറ്റേത് നമ്മൾ ചിലപ്പം ഈ ചുടുകാലത്തൊക്കെ ആണെങ്കിൽ ആകണ്ട് വേർത്ത് കുളിച്ചൊരു ബൈക്കായിട്ടുണ്ടാവും, ആകെ ടയേർഡാവും. ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. വണ്ടിമ്മ ഇങ്ങനെ ഇരിക്കുക, ആക്സിലേറ്ററും ഇങ്ങനെ കൈ കൊടുക്കുക, ഇങ്ങനെ പോവാം. ഹെൽമെറ്റിൽ വേണമെങ്കിൽ ചെറുതായിട്ടൊരു പാട്ടും വിളിക്കാം.
ഒരു വണ്ടിൻ്റെ ശല്യ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താ രസം അവിടെ. ഭയങ്കര ഒരു മലയൊക്കെ വണ്ടർഫുൾ. പോലീസുകാരെ കാര്യം ഒന്നുമില്ല. ഒരു ഒഴിഞ്ഞൊരു പറമ്പ് കൂടി ഒരു 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 റൂട്ടാണ്. ടൗണിൻ്റെ ശല്യങ്ങളാ ഒന്നും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ബസ് സ്റ്റോപ്പ് കാര്യങ്ങൾ ബസ് ഉണ്ടെന്ന് തോന്നുന്നത് ഈ കൂടി ഉണ്ട് എന്നല്ലാതെ വേറൊരു സംഗതിയും ഇല്ല. നാൽപ്പതാണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. പക്ഷെ 40 നിൽക്കൂല. അമ്മാരി റൂട്ടാണ്. അതേപോലെ AI ക്യാമറ ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനൊന്നുമില്ല. ഭയങ്കര ഒരു ഫീലാട്ട ഇതിൽ കൂടി പോകാന്. ഞാനത് നിങ്ങൾക്കത് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു വഴി. ഇവിടൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കേട്ടോ. ഓരോരോ ട്രക്കിംഗ് പോയിന്റ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ നേരെ ഞാൻ ഓൾറെഡി 1.5 മാസം ലേറ്റ് ആയിപ്പോയി. എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ദൂദ്സാഗർ, പിന്നെ കലാവന്തി ദുർഗ്, പിന്നെ വേറൊരു ട്രക്കിംഗ് പോയിന്റ് കൂടി ഉണ്ടല്ലോ മുംബൈ കഴിഞ്ഞിട്ട്. അതൊക്കെ പക്ഷേ ഇനി അതിനൊക്കെ നേരം ഉണ്ടോയെന്നറിയില്ല. ഓൾറെഡി ഞാൻ 1.5 മാസം ലേറ്റായി. കാരണം ഒരു ആഗസ്റ്റ് 1 ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു. അല്ലെങ്കിൽ ആഗസ്റ്റ് 15 കണ്ടൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. സെപ്റ്റംബറിൽ ലഡാക്കിലൊക്കെ എത്തുന്ന കോലത്തിൽ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ വണ്ടി കിട്ടാനും അതിൻ്റെ എന്താ പറയുക രജിസ്ട്രേഷന് കാര്യങ്ങളൊക്കെ ഓരോ കാരണം കൊണ്ട് ലേറ്റായി 1.5 മാസത്തിലധികം ലേറ്റായി. ഗോവയിൽ ആ പോക്ക് പോന്നിട്ട് ചുരുങ്ങിയതൊരു എത്ര കിലോമീറ്റർ 100-200 കിലോമീറ്റർ പോന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പോഴാണൊരു വലിയൊരു അങ്ങാടി കാണുന്നത് കേട്ടോ. ഈ അങ്ങാടി ഏതങ്ങാടിയാണ്? ഇവിടെ പിന്നെ ഹൈവേൻ്റെ പണി നടക്കുന്നുണ്ട്, പാലത്തിൻ്റെ പണി നടക്കും. അതുവരെ ഒരു സംഗതികളുമില്ല. റോഡ് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. മഹാരാഷ്ട്ര സർക്കാർ ഇങ്ങനെ ഒഴിച്ചിട്ടുകയാണ്. എങ്ങനെ പോയാലും വേണ്ടില്ല വെച്ചിട്ട്. ആ ടൗണിൽ കുറച്ച് സ്ഥലത്ത് പിന്നെ സ്പീഡ് ക്യാമറ ഇട്ടൊക്കെ പോലീസ് ഉണ്ട്. പിന്നെ ആരുമില്ല. ഈ സ്ഥലത്തിൻ്റെ പേര് ഈ ചെറിയൊരു അങ്ങാടിയാണ്. ചെറുതൊന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചന്ത. പേരുമില്ല സ്ഥലത്തിന്. ഉണ്ട്, അവർ മറാഠിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഹിന്ദി അല്ലാന്ന് തോന്നുന്നു. ഹിന്ദി നമുക്ക് പുറിയും, മറാഠി പുറിയാത്. ഇവിടുത്തെ ആളോട് തന്നെ ചോദിച്ചൊക്കെ ഏതാ സ്ഥലം. ഹായ്, ഇതേതാ സ്ഥലം? सॉरी कौन सा जगह है? ये लांजा है। लांजा है? आपको किधर है? मैं केरल से आ रहा हूँ. ये लांजा है? मुंबई सीधा जा रहा है? हाँ, मुंबई से। ओके, शुक्रान. ലാഞ്ചാർ. നേരെ പോയി കണ്ട് മലയാളത്തിലാണ് ചോദിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ശുക്രൻ അറബിയായും ചെയ്തു. ശുക്രൻ അറബി പറഞ്ഞ് ലാസ്റ്റ് ശുക്രൻ അറബി. ആദ്യം തുടക്കം മലയാളം, നടുവിൽ ഹിന്ദി, ലാസ്റ്റ് അറബി. ഇപ്പം എല്ലായി. ഇവിടെ കാര്യമായിട്ട് പണി നടക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഇടിച്ച് പൊളിച്ച് കല്ലൊക്കെ പൊട്ടിച്ച് എടുക്കുകയാണ്. താത്തം തോന്നുന്നു റോഡ്. ഹലോ ഗൈസ്, അങ്ങനെ ഗോവയിൽ നിന്ന് ഒരു 250 കിലോമീറ്റർ പോന്നിട്ട് ഏതോ ഒരു സ്ഥലം, ഏതാണ്, കുർദുണ്ട. സിഗ്നൽ എന്ന് പറഞ്ഞ സാധനം ഈ പാലത്തിൻ്റെ അവിടെ കുറച്ച് സിഗ്നലുണ്ട്. ഈ പാലല്ല, ഈ പണി നടക്കുന്ന അവിടെ കുറച്ച് സിഗ്നലുണ്ട്. അവിടെ ആൾക്കാർ ഫോൺ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അവിടെ ഒരാൾ, ഇവിടെ ഒരാൾ,
ബാക്കിലൊരാൾ. ഇവിടെ മാത്രമേ സിഗ്നലുള്ളൂ. ഇവിടുന്ന് ഇനി മുംബൈക്ക് ഏകദേശം 289 കിലോമീറ്റർ, 6 മണിക്കൂർ. ഏകദേശം നേരം ഇരുട്ടാവാൻ തുടങ്ങി. ഇവിടെ എവിടെയെങ്കിലും ആൾട്ടാവേണ്ടി വരും. ഒരു കുഗ്രാമമാണ്. പിന്നെ ഹൈവേൻ്റെ പണിയൊക്കെ നല്ല രസമുള്ള കൃഷിത്തോട്ടമല്ല, കൃഷിപ്പാടം. പിന്നെ എന്താ പറയുന്നത്, ഹൈവേൻ്റെ പണി ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ വളരെ മോശമാണ്. ചില ഭാഗങ്ങൾ, കുറച്ച് ഭാഗങ്ങൾ, ബാക്കി ഒഴിച്ചു കഴിഞ്ഞാൽ ആ വർക്ക് നടക്കുന്ന ഏരിയ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡാണ്. നമ്മൾ നേരത്തെ വന്ന വഴി പോലത്തെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് അടിച്ചു പൊളിച്ച് വരാൻ പറ്റിയ റോഡാണ്. ഇങ്ങനത്തെ കുറച്ച് ഏരിയയിൽ കുറച്ച് പണി നടക്കുന്നുണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ. എന്തായാലും നേരം ഇരുട്ടായി തുടങ്ങി, 6 മണിയായി. എവിടെ റൂം കിട്ടും എന്നുള്ളത് അറിയില്ല. കുറച്ചും കൂടിയൊക്കെ ഒന്ന് പോയി നോക്കാം. ധാബകൾ കുറേ ഉണ്ട്.